നമുക്കൊപ്പം ഇപ്പോൾ നയതന്ത്ര വിദഗ്ധൻ ശ്രീ വേണു രാജാമണി കൂടി തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വേണു രാജാമണി, നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്രീ വേണു രാജാമണി, നമ്മളൊരു അസാധാരണമായ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നു. കഴിഞ്ഞ 14 ദിവസം ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല? ഇന്ത്യ എന്തുകൊണ്ട് ഭീകരർക്ക് തക്കതായ മറുപടി നൽകുന്നില്ല? നയതന്ത്ര തിരിച്ചടിയിൽ മാത്രം ഒതുക്കാനാണോ ഇന്ത്യയുടെ തീരുമാനമെന്ന ചോദ്യം ചോദിച്ചവർക്ക് മുന്നിൽ അർദ്ധരാത്രിയിൽ കനത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സേതുലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി ഏപ്രിൽ 22 ശേഷം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത്. പ്രധാനമന്ത്രിക്കും സർക്കാരിനും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പരിപൂർണ പിന്തുണ നൽകിയിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഇന്ന് അതിരാവിലെ നടന്ന ഈ ഒരു തിരിച്ചടി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഇതിന്റെ അടുത്ത ഘട്ടം പാകിസ്ഥാനിൽ നിന്നും ഉള്ളൊരു തിരിച്ചടി ആയിരിക്കും. അത് ഓൾറെഡി അവിടെ ബോർഡറിൽ വളരെ ഊർജിതമായി ഷെല്ലിംഗ് നടക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനുപരി മറ്റ് എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടാകുമോ, നമ്മൾ അയച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്നും മിസൈൽസ് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് പ്രതീക്ഷിച്ചായിരിക്കണം ഗവൺമെന്റ് സിവിൽ ഡിഫൻസ് ഡ്രിൽസ് രാജ്യമൊട്ടാകെ ഇന്നത്തെ ഈ ദിവസം അനൗൺസ് ചെയ്തത്. എല്ലാവരോടും തയ്യാറെടുത്ത് നിൽക്കാനായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ഒരു തിരിച്ചടിക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇനി സംയമനം ഉണ്ടാകണം, നയതന്ത്ര രീതിയിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ഒരു പ്രത്യാശയാണ്. ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇങ്ങനെയുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുന്നത്. ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാരിനും എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ആക്രമണവും പ്രത്യാക്രമണവും രണ്ടും അതോടുകൂടി അവസാനിക്കുകയും അതിനുശേഷം നമുക്ക് നയതന്ത്ര രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടന്ന് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ഭൂരിഭാഗം രാജ്യങ്ങളുടെയും ഒരു പ്രതീക്ഷ. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കണ്ടറിയണം. ശ്രീ വേണു രാജാമണി, ഇപ്പോൾ ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്ക് മൊഡ്യൂൾ അത് സൈനികർ അതിർത്തി കടന്ന് നൽകുന്നതായിരിക്കില്ല, അതൊരു എയർ സ്ട്രൈക്ക് ആയിരിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ പ്രതിരോധ വിദഗ്ധരടക്കം അക്കാര്യത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ ഒരു പ്രതികരണം അത് പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 47 മുതൽ തന്നെ പാകിസ്ഥാന്റെ ശക്തി അവരുടെ പട്ടാളമാണ്. അപ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെങ്കിലും സൈനിക പോസ്റ്റുകളെ തൊടാതെ, സൈനിക താവളങ്ങൾ തൊടാതെ, അവരുടെ സിവിലിയൻസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഭീകര താവളങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ എയിം ചെയ്തത്. എങ്കിൽ പോലും പാകിസ്ഥാനെ തിരിച്ചടിച്ചേ മതിയാവുകയുള്ളൂ. UN രക്ഷാസമിതിയിൽ അടക്കം അവരിപ്പോൾ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ശ്രീ വേണു രാജാമണി? നമുക്ക് ഇനി വരും മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ച് കുറച്ചും കൂടി നിർണായകമായിരിക്കില്ലേ? ഇന്ത്യയും പരിപൂർണമായി സജ്ജീകരണങ്ങൾ നടത്തിയിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്കും ഏപ്രിൽ 22 മുതൽ ഇന്നേ വരെ നമ്മൾ സമയമെടുത്തെങ്കിൽ എല്ലാ തയ്യാറെടുപ്പിനും വേണ്ടിയാണ്. ആ തയ്യാറെടുപ്പ് മുഴുവൻ പൂർത്തിയാക്കിയിട്ടാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു മറുപടി ഉണ്ടാകും. ആ മറുപടി എവിടെയായിരിക്കും, ഏത് സമയത്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏത് രീതിയിലുള്ള മറുപടി ആണെങ്കിലും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനൊപ്പം തന്നെ ആശങ്കയിലെ ശ്രീ വേണു രാജാമണി, എവിടെ തിരിച്ചടിക്കും എന്നുള്ളത്, എവിടേക്കായിരിക്കും തിരിച്ചടി വരിക എന്നുള്ളത്? തീർച്ചയായും നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കും തിരിച്ച് അവരുടെ ഒരു തിരിച്ചടി വരിക. അതാണ് അവർക്ക് ഏറ്റവും സൗകര്യം. ഈ കേരളത്തെ പോലെ ഇന്ത്യയുടെ സദേൺ പാർട്ടിലുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അതുവരെ എത്താനുള്ള കഴിവ് എളുപ്പത്തിൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല. എന്നാൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളായ കശ്മീരും പഞ്ചാബും രാജസ്ഥാനിലും എല്ലാം അവർക്ക് പെട്ടെന്ന് എത്തിപ്പറ്റാൻ സാധിക്കും. അപ്പോൾ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യ ജാഗ്രത പാലിക്കുന്നത്. എന്തെങ്കിലും തിരിച്ചടി ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ ടെററിസ്റ്റിനെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്നത് നീണ്ട കാലമായി ഇന്ത്യൻ ഇന്റലിജൻസിനും ഇന്ത്യൻ നിരീക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം. പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പ്സ് എല്ലാം സിവിലിയൻ പോപ്പുലേഷന്റെ നടുക്ക് എംബെഡഡ് ആണ്.
അവര് പ്രത്യേകം ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി ഉണ്ടാക്കിയിട്ടുള്ള ക്യാമ്പുകളല്ല. നേരെ മറിച്ച് നഗരം മധ്യത്തിൽ തന്നെയാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ടെററിസ്റ്റ് ക്യാമ്പ്സിനെ അറ്റാക്ക് ചെയ്താൽ തീർച്ചയായും സിവിലിയൻ കാഷ്വാലിറ്റീസും ഉണ്ടാകും, കൊളാട്രൽ ഡാമേജ് ഉണ്ടാകും. അതിന്റെ വിവരങ്ങളും വരും ദിവസങ്ങൾക്ക് നമുക്ക് ലഭിക്കും. ഇന്ന് 10 മണിക്ക് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഡിഫൻസ് മിനിസ്ട്രിയും കൂടി ഒരുമിച്ച് നടത്തുന്ന ആ പ്രസ് കോൺഫറൻസിൽ എന്തെല്ലാം പുതിയ വിവരങ്ങൾ വരുന്നു എന്നത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതേസമയം പാകിസ്ഥാനിൽ നിന്നും ഒരുപാട് പുതിയ വിവരങ്ങൾ ഈ സംഭവത്തെ കുറിച്ച് ഉണ്ടാകും. ശ്രീ വേണു രാജമണി, ഇപ്പോൾ ഈ ഭീകര താവളങ്ങൾ തച്ചു തകർക്കാൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഒക്കെയാണ്. ഈ റഫാലിൽ നിന്നും തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എയർ സ്ട്രൈക്ക് ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ആവനാഴിയിൽ ഇനിയും ഇതിലും കരുത്തുറ്റ ആയുധങ്ങൾ പുറത്തെടുക്കുമോ ഇന്ത്യ എന്നുള്ളതും ഇനി നമ്മൾ നോക്കിക്കാണണം, അല്ലേ? എന്റെ അഭിപ്രായത്തിൽ ഒരു തുറന്ന വിപുലമായ യുദ്ധത്തിനുള്ള സാധ്യതകൾ കുറവാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രയേൽ ലെബനനുള്ളിൽ കടന്ന് ഹെസ്ബുള്ളയെ ആക്രമിച്ച ശേഷം ഇറാനിൽ നിന്നും മിസൈൽസിന്റെ ഒരു വർഷം ഇസ്രയേലിലേക്ക് ഉണ്ടായി. അതിന് മറുപടിയായി ഇസ്രയേൽ ഇറാനിലേക്ക് മിസൈൽസ് അയച്ചു. എന്നാൽ ഈ ആക്രമണവും പ്രത്യാക്രമണത്തിനും ശേഷം അവിടെ ഒരു തുറന്ന യുദ്ധം ഉണ്ടായില്ല. താരതമ്യേന ശാന്തമായ സാഹചര്യങ്ങൾ മാറി. ഇന്ത്യ പാകിസ്ഥാന് ചുറ്റുപാടിലും അത് തന്നെയാണ് സാധ്യത. ഇരു രാജ്യങ്ങളും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ ഒരു യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായമില്ല. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. പാകിസ്ഥാൻ ആണെങ്കിൽ അതൊരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമായി മാറും. ആ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലത്തിനെ നേരിടാനേ അവരുടെ രാജ്യം ഒറ്റക്കെട്ടായി അവർക്കുള്ള എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യയെ പ്രതിരോധിക്കും. അതുകൊണ്ട് ഇതൊരു ടെററിസത്തിനെതിരെയുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു നീണ്ട കാല യുദ്ധമാണ്. അത് വളരെ ആലോചിച്ച് തന്ത്രപരമായി പടിപടിയായി ഇന്ത്യക്ക് മുന്നേറേണ്ടതുണ്ട്. അതിൽ സൈനിക നടപടികളും അതിനോടൊപ്പം നയതന്ത്ര നടപടികളും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും പിന്തുണ നേടുന്നതും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിരിക്കും. അങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോവുള്ളൂ. എടുത്തു ചാടി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കില്ല. മാത്രമല്ല, ഇരു രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഇരു രാജ്യങ്ങളും ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ കടന്നാൽ സ്വന്തം ജനതയ്ക്ക് പോലും അപകടമായി മാറും. അതുകൊണ്ട് ശ്രീ വേണു രാജമണി, ഇപ്പോ ഇന്ത്യ ഏതൊരു പ്രത്യാക്രമണത്തിനും തയ്യാറാണെന്ന് ഇന്ത്യ പറയുമ്പോഴും പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾ അത് അറിയിക്കുമ്പോഴും പാകിസ്ഥാന്റെ ഒരു സാമ്പത്തിക സ്ഥിതിവിശേഷമൊന്നും അതിനൊപ്പം ചേർന്ന് നിൽക്കുന്നതല്ലല്ലോ. അത് ശരിയാണ്. എന്നാൽ അവരുടെ ആർമി ഇന്നും കരുത്തുള്ള ഒരു ആർമിയാണ്. നമ്മുടെ അത്രയും വലിയതായ ഒരു ആർമിയല്ല, നമ്മുടെ അത്രയും ശേഷിയുള്ള ഒരു ആർമിയല്ല. എങ്കിലും അവർക്കും തിരിച്ചടിക്കാനുള്ള കഴിവുണ്ട്, നമ്മളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്തായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായ ഒരു തുറന്ന യുദ്ധം നടത്തി പാകിസ്ഥാനെ തോൽപ്പിക്കാനുള്ള ഒരു മനസ്ഥിതി ഇന്ന് ഇന്ത്യയിൽ ഉള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇന്ത്യയുടെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡിങ്ങിനും എല്ലാം ആലോചിച്ചിട്ടേ ഗവൺമെന്റ് മുന്നോട്ട് പോവുള്ളൂ. മാത്രമല്ല, ഈ ഒരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് അത് തിരിയരുത് എന്ന ഒരു ദൃഢവിശ്വാസവും ഇന്ത്യൻ ഗവൺമെന്റിനുണ്ടാകും. ശ്രീ വേണു രാജമണി, ഇപ്പോൾ നമ്മൾ ഏപ്രിൽ 26-ന് സിന്ധു തുറന്നുവിട്ട് ഒരു നയതന്ത്ര തിരിച്ചടി നൽകിയിരുന്നു പാകിസ്ഥാന്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ നമ്മളല്ലാതെ സിന്ധൂർ നടത്തിയിരിക്കുന്നു, സൈനിക ആക്രമണം നടത്തിയിരിക്കുന്നു പാകിസ്ഥാന് മേൽ ഇന്ത്യ. ഈ അന്താരാഷ്ട്ര സമൂഹത്തെ ഇതുവരെ ചേർത്ത് നിർത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഇസ്രായേൽ, ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന്റെ പോലും പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒപ്പം നിർത്താൻ ഇതിനകം തന്നെ 13 രാജ്യത്തലവന്മാരുമായി പ്രധാനമന്ത്രി മോദി ചർച്ചകൾ നടത്തി. ഈ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യും ഈ ഒരു വിഷയത്തിൽ, ശ്രീ വേണു രാജമണി? UN സെക്യൂരിറ്റി കൗൺസിലിൽ നടന്ന ആ ക്ലോസ് ഡോർ സെഷനിലെ ചർച്ചകളും അതിനുശേഷം ഇന്ന് പ്രസിഡന്റ് ട്രംപ് ഇറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും എടുത്തു വെച്ച് നോക്കിയാൽ അവയെല്ലാം പറയുന്നത് ഇരു രാജ്യങ്ങളും റിസ്ട്രെയിൻറ്റ് പാലിക്കണം, ഡയലോഗിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ്. ഭൂരിഭാഗം ലോകരാജ്യങ്ങളുടെയും നിലപാട് ഇത് തന്നെയായിരിക്കും. ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ വളരെ കുറവായിരിക്കും. ഇസ്രയേലിനെ പോലെ
ഏതെങ്കിലും ചെറിയൊരു രാജ്യം മാത്രം അത് നൽകി എന്ന് വരും. എന്നാൽ ഭൂരിഭാഗം രാജ്യങ്ങളും ഇത് സംയമനത്തോടു കൂടി കൈകാര്യം ചെയ്യണം, യുദ്ധത്തിലേക്ക് കടക്കരുത്, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടാണ് എടുക്കുന്നത്. ഇന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം നമ്മൾ നോക്കിയാൽ അതിലും അദ്ദേഹം പറയുന്നത് ഇനി ശാന്തമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇനിയെങ്കിലും നമുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കടക്കണം എന്ന ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ലോകരാജ്യങ്ങളുടെയും സമീപനം അത് തന്നെയായിരിക്കും. ഇത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ശരി, വളരെയധികം നന്ദി ശ്രീ വേണു രാജമണി, നമുക്കിപ്പം ചേർന്നതിനും അങ്ങയുടെ നിരീക്ഷണങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനും. ഞങ്ങൾക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.